വിനീഷ, ഒരു കൗതുകമുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരാൻ പോകുന്ന വ്യക്തികൾ രണ്ടുപേർ. ഒന്ന് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും നമ്മളൊപ്പം ചേരുകയാണ്. ആദ്യം പ്രതികരണത്തിലേക്ക് കിടക്കാം. വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നതിന് സഹായകരമായിരിക്കും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. ഈ ഗവൺമെൻറ് എപ്പോഴും വിശ്വാസി സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിന്നിട്ടുള്ള ഗവൺമെൻറ്റാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഒരു 500 കോടി രൂപ മുടക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് 500-ൽ പരം കോടി രൂപ ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെലവഴിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിട്ടുള്ളത് ഈ ശബരിമലയുടെ വികസനത്തിനാണ്. അപ്പോൾ 2017-ലെ പമ്പാ സംഗമം, അന്ന് നടന്ന പമ്പാ സംഗമം നടക്കുമ്പോൾ അന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് സംഗമം നടന്നത്. 6 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും മറ്റുമൊക്കെ പങ്കെടുത്ത വലിയൊരു സംഗമമായിരുന്നു അത്. ഒരു അഭിപ്രായ വ്യത്യാസവും അതിനകത്തുണ്ടായിരുന്നില്ല. എല്ലാവരും സഹകരിച്ചതാണ്. അന്ന് ലക്ഷ്യമിട്ടത് ഈ ശബരിമലയുടെ വികസനത്തിന് എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെയും പിന്തുണയും സഹായവും ഉറപ്പാക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമീപനം, അതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു വഴി തുറന്നു കൊടുക്കാനായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാവുക എന്നുള്ളതാണ് അന്ന് ലക്ഷ്യമിട്ടത്. അതിന് ഗവൺമെൻറ് പിന്തുണച്ചു. അന്ന് UDF നേതാവായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണനാണ് പ്രസിഡന്റ് എന്നുള്ളത് കൊണ്ട് ശബരിമലയുടെ വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന് ഗവൺമെൻറ് കരുതിയില്ല. ഗവൺമെൻറ് എല്ലാ പിന്തുണയും കൊടുത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പമ്പ തീരത്ത് വന്ന് സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ തന്നെ ചെയ്ത് ഈ നാടിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ക്ഷേത്രമെന്നുള്ള നിലയിൽ, മത നിരപേക്ഷതയുടെ ഒരു മഹത്തായിട്ടുള്ള കേന്ദ്രം എന്നുള്ള നിലയിൽ ലോകമെമ്പാടും അറിയപ്പെടേണ്ട ഒരു ക്ഷേത്രമാണ് ഈ അയ്യപ്പ ക്ഷേത്രം എന്നുള്ള നിലയിലാണ് ഗവൺമെൻറ് എല്ലാ കാലത്തും ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കി കണ്ടിട്ടുള്ളത്. ദേവസ്വം ബോർഡ് മുൻ മന്ത്രിയും പ്രസിഡന്റ് ഒരുമിച്ച് നിങ്ങളൊരു ടീമായി വർക്ക് ചെയ്ത്, സത്യത്തിൽ LDF ആണൊരു ടീം, അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഒരു ടീമായി വർക്ക് ചെയ്ത ആളുകളാണ്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമമാണ്. അതിന് എങ്ങനെയാണ് ഇരുവരും ഒരുമിച്ചെത്തി നിങ്ങൾ സംസാരിച്ച് കാണുമല്ലോ, ഇതിനെപ്പറ്റിയൊക്കെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? അല്ല, ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തിൻ്റെ വികസന വഴിയിലെ ഒരു സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ലായിട്ട് മാറുകയാണ്. ഇത് 2017-ലെ പമ്പാ സംഗമത്തിൻ്റെ തുടർച്ചയാണ്. ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരെ ഈ വികസന വഴിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. പിന്നെ വികസനം എങ്ങനെയാകണം എന്നുള്ളതിനെ സംബന്ധിച്ച് അയ്യപ്പ ഭക്തന്മാർക്ക് അഭിപ്രായം ഉണ്ടാവും. ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനത്തെക്കാൾ ഉപരി അയ്യപ്പ ഭക്തന്മാരുടെ അഭിപ്രായം കൂടെ മാനിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ പൊതുബോധമാണ്. അതുകൊണ്ടാണ് ഇത് നടത്തി ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക, ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമ്മർദ്ദം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് വികസിക്കണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, ആവശ്യമായിട്ടുള്ള വനഭൂമി കേന്ദ്ര ഗവൺമെൻറ് വിട്ടുകൊടുക്കണം. 2, ഇതിനെ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കണം. ഈ 2 കാര്യങ്ങളും ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് തയ്യാറാവണം. സെൻട്രൽ ഗവൺമെൻറ്റിനെ തയ്യാറാക്കുന്ന തരത്തിലുള്ള സമ്മർദ്ദം യഥാർത്ഥത്തിൽ കൊടുക്കലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കടമയായിട്ട് കാണുകയാണ്. ശബരിമല ക്ഷേത്ര വികസന വഴിയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിട്ട് മാറുകയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഒരു ചോദിച്ചോണ്ട്, കാരണം അങ്ങ് പറഞ്ഞു വന്നതിനോട് കരുത്താണ് അത്. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനായപ്പോൾ സർക്കാർ പൂർണ്ണമായി പിന്തുണച്ചു. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷം നിന്ന് വിട്ടു നിൽക്കുന്നു. ആ സമീപനം, രാഷ്ട്രീയ സമീപനം ശരിയാണോ? പ്രതിപക്ഷം ഏത് വിഷയത്തെയും അന്ധമായ രാഷ്ട്രീയ തിമിരം ബാധിച്ച കണ്ണുകൾ കൊണ്ട് മാത്രം കാണുന്നവരാണ്. അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കാനായിട്ട് പ്രതിപക്ഷം തയ്യാറാകുന്നത്. ഈ സംഗമത്തിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ പ്രതിപക്ഷത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2 കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ശബരിമലയുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ളത് വനഭൂമിയാണ്. 2, ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കലാണ്. ഇത് 2 സെൻട്രൽ ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. അതിനാവശ്യമായ വിനീഷ, നമുക്ക് പത്മകുമാറിനോടൊന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ലൈവിലേക്ക് അവസാനിപ്പിക്കുന്നതാണ്. പപ്പേട്ട, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ അഭിമാനമുണ്ടോ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പിൽ? തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ആളാണല്ലോ. കാരണം നമ്മുടെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമം വളരെ ഗുണം ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനകത്ത് രാഷ്ട്രീയം കാണേണ്ടതില്ല, നന്നായിട്ട് ഈ കാര്യങ്ങൾ നടന്നു പോകും. തീർച്ചയായിട്ടും അതാണ്, രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല, നന്നായി കാര്യങ്ങൾ നടന്നു പോട്ടെന്നാണ് പത്മകുമാർ പറഞ്ഞു വെക്കുന്നത്. വിനീഷ.